നമസ്കാരം. ആദ്യഘട്ടത്തിൽ നല്ല പോളിംഗ്. രാജ്യം വിധിയെഴുതി തുടങ്ങി. 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പലയിടത്തും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത് വോട്ടെടുപ്പ് വൈകാനിടയാക്കി. ആന്ധ്രാപ്രദേശിലെ 40 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു. 18 സംസ്ഥാനങ്ങളിലെ 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആന്ധ്ര, സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ വോട്ടർമാരുടെ മികച്ച പ്രതികരണം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറം, അരുണാചൽ പ്രദേശ്, മേഘാലയ എന്നിവിടങ്ങളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. BJPക്കും മഹാസഖ്യത്തിനും ഒരുപോലെ നിർണായകമായ പശ്ചിമ UPയിലെ മണ്ഡലങ്ങളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. 2014-ൽ 8 മണ്ഡലങ്ങളിലും BJPയാണ് വിജയിച്ചിരുന്നത്. എന്നാൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ആളുകളെ വലച്ചു. ആന്ധ്രയിലെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനാൽ വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിയെന്നും റീപോളിംഗ് വേണമെന്നും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലും ജമ്മു കശ്മീരിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ YSR കോൺഗ്രസ് TDP പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. അനന്ത്പൂരിൽ ജനസേന സ്ഥാനാർത്ഥി മധുസൂദൻ ഗുപ്ത വോട്ടിംഗ് യന്ത്രം വലിച്ചെറിഞ്ഞു. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൂച്ച് ബിഹാറിലും അലിപൂർദ്വാറിലും തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചുപിടിക്കാൻ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂരിലും VK സിംഗ് ഗാസിയാബാദിലും കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയ് അസമിലെ ജോർഹാട്ടിലും വോട്ട് രേഖപ്പെടുത്തി. प्रधानमंत्री जी ने, राष्ट्रीय अध्यक्ष जी ने, पार्टी ने पुनः विश्वास जताया है और मुझे पूरा विश्वास है गाजियाबाद की जनता इस विश्वास पर खरा उतरेगी. इलेक्शन डेस्क न्यूज़ 18. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പലയിടത്തും വ്യാപക ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എവിടെയാണ് സംഘർഷങ്ങളൊക്കെ ഉള്ളത്? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സനീഷ, 17ാം ലോക്സഭയിലേക്ക് 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രതികരണം തന്നെയാണ് ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ അധികവും റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 25 ലോക്സഭാ സീറ്റുകളിലെയും വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിന്ന് തെലങ്കാന അടർത്തി മാറ്റപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. 175 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ TDPയും YSR കോൺഗ്രസും തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത്. എന്നാൽ വ്യാപകമായ അക്രമങ്ങളാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. TDP പ്രവർത്തകരും YSR കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സംഘർഷം എത്തുകയും ചെയ്തിരിക്കുന്നു. അനന്ത്പൂരിൽ നടന്ന ആക്രമണത്തിൽ ഏറ്റുമുട്ടലിലാണ് YSR കോൺഗ്രസിന്റെയും അതോടൊപ്പം TDPയുടെയും ഓരോ പ്രവർത്തകർ വീതം കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ആന്ധ്രാപ്രദേശിൽ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനസേന പാർട്ടിയുടെ സ്ഥാനാർത്ഥി MLA സ്ഥാനാർത്ഥിയായ മധുസൂദനൻ ഗുപ്ത ഒരു പോളിംഗ് ബൂത്തിൽ എത്തിക്കൊണ്ട് അവിടുത്തെ പോളിംഗ് സ്റ്റേഷനിലെ സാമഗ്രികൾ, വോട്ടിംഗ് യന്ത്രമടക്കം അടിച്ചു തകർക്കുന്ന സംഭവമുണ്ടായി. അതോടൊപ്പം തന്നെ YSR കോൺഗ്രസിന്റെ നേതാവായ ഗുട്ടരാജുവിന് കുത്തേൽക്കുകയും ചെയ്തിരുന്നു. പുതേലപ്പേട്ടിൽ ആണ് മറ്റൊരു അക്രമ സംഭവം ഉണ്ടായത്. ഇവിടെ പുതേലപ്പേട്ടിൽ TDP പ്രവർത്തകരും YSR കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരിക്കുന്നു. ത്രിപുരയിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. ഇത്തരം സംഘർഷ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 91 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സംഘർഷ സാധ്യതകളും ആക്രമണ സാധ്യതകളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റ് ആക്രമണ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടം. എന്നാൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിൽ ജമ്മുവിലും ബരാമുള്ളയിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മുവിൽ മികച്ച പോളിംഗ് ആണ്. 30% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ബരാമുള്ളയിൽ ഇപ്പോൾ ഏതാണ്ട് ശരാശരി 15% വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലും അടക്കം അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നല്ല തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് KP അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി പ്രഥമദൃഷ്ട്യാ ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആഴ്ച തുടർ നടപടി നിശ്ചയിക്കും. മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാതെ
നോക്കണമെന്ന മായാവതിയുടെയും മതധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെയും പ്രസ്താവനകളിലും കമ്മീഷൻ വിശദീകരണം തേടും. मैं मेरे फर्स्ट टाइम वोटर से कहना चाहता हूं कि आपका पहला वोट पुलवामा में जो वीर शहीद हुए, उन वीर शहीदों के नाम आपका वोट समर्पित हो सकता है क्या? ബാലാക്കോട്ടിൽ ഭീകരർക്കെതിരെ ആക്രമണം നടത്തിയ ധീര സൈനികർക്കും പുൽവാമയിൽ രക്തസാക്ഷിത്വം വരിച്ച സൈനികർക്കും കന്നി വോട്ടർമാർ അവരുടെ വോട്ടുകൾ സമർപ്പിക്കണം. ലാത്തൂരിലെ റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസംഗം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമെന്ന് ഒസ്മാനാബാദ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് റിപ്പോർട്ട് നൽകിയത്. സൈന്യത്തെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് പരാമർശങ്ങളെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മഹാരാഷ്ട്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകിയ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ചട്ടലംഘനം ബോധ്യപ്പെട്ടാൽ കമ്മീഷനെ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടാം. BJPയെ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമെന്ന BSP അധ്യക്ഷ മായാവതിയുടെ സഹാരൻപൂരിലെ പ്രസ്താവനയിൽ കമ്മീഷൻ വിശദീകരണം തേടിയേക്കും. മഹാസഖ്യത്തിന് അലിയിലാണ് വിശ്വാസമെങ്കിൽ BJPക്ക് ഹനുമാനിലാണെന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിവാദ പ്രസ്താവനയും കമ്മീഷൻ പരിശോധിച്ചു വരികയാണ്. ഇന്ത്യൻ സൈന്യത്തെ മോഡിയുടെ സൈന്യമെന്ന് വിളിച്ചതിന് കമ്മീഷൻ യോഗിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മന്ത്രി സുരേഷ് പ്രഭു, അമേഠിയുടെ ചുമതലയുള്ള മൗസിൻ റാസ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് സ്മൃതിയെ അനുഗമിക്കുന്നുണ്ട്. ഗൗരിഗഞ്ചിലെ ബുദ്ധന്മായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് സ്മൃതി പത്രിക സമർപ്പിക്കാനായി പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുക. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും ഒപ്പമുണ്ടാകും. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിലും വിജയ് സങ്കല്പ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 18-ന് മോദി തിരുവനന്തപുരത്തും എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനായി കേരളത്തിലെത്തുമെന്ന് നേരത്തെ BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. നാളെ വൈകിട്ട് 6-ന് കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിൽ മോദി പങ്കെടുക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള NDA സ്ഥാനാർത്ഥികൾ ഈ വേദിയിലുണ്ടാവും. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന വിജയ് സങ്കല്പ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഏപ്രിൽ 12-ാം തീയതി വൈകുന്നേരം കോഴിക്കോട് എത്തിച്ചേരുന്നുണ്ട്. മലബാർ മേഖലയിൽ NDAയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്. മോദിയുടെ സന്ദർശനം പ്രചാരണത്തിന് ഊർജം പകരുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ SPG 3 തവണ യോഗം ചേർന്നു. ന്യൂസ് 18, കോഴിക്കോട്. UDFനെ കടുത്ത പ്രതിസന്ധിയിലാക്കി പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പരാതികൾ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ, കോഴിക്കോട്ടെ MK രാഘവൻ, വടകരയിലെ K മുരളീധരൻ എന്നിവരാണ് നേതൃത്വത്തിന് പരാതി നൽകിയത്. പാലക്കാട്ടെ VK ശ്രീകണ്ഠനെതിരെ ജില്ലാ നേതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്വാധീനമുള്ള പ്രമുഖ നേതാക്കൾ വിട്ടുനിൽക്കുന്നതും പ്രാദേശിക തലത്തിൽ പ്രവർത്തനം നടക്കാത്തതുമാണ് പരാതിക്ക് പിന്നിൽ. ആർക്കും പരാതി നൽകിയിട്ടില്ല എന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. സാധാരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കോൺഗ്രസിൽ ഇത്തരം പരാതികൾ ഉയരുന്നത്. എന്നാൽ ഇക്കുറി പ്രചാരണ ഘട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ പരാതിയുമായി പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാക്കൾക്ക് വീഴ്ചയുണ്ടെന്ന പരാതിയാണ് ശശി തരൂരിന്റേത്. വട്ടിയൂർക്കാവിലെ MLA K മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ പോയതോടെ പാർട്ടി സംവിധാനം തന്നെ നിശ്ചലമായെന്നാണ് പരാതി. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലും UDF അണികൾ ഉണരുന്നില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ 4 മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയിരുന്നു. 3 മണ്ഡലങ്ങളിലെ മേൽക്കൈയാണ് തരൂരിനെ ജയിപ്പിച്ചത്. കഴിഞ്ഞ തവണ പിന്നാക്കം പോയ മണ്ഡലങ്ങളിൽ ഇത്തവണ പ്രചാരണം ഊർജിതമാക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നില്ലെന്ന് തരൂർ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. എന്നാൽ തോൽപ്പിക്കാനുള്ള BJP തന്ത്രത്തിന്റെ ഭാഗമായാണ് പരാതി നൽകിയെന്ന പ്രചാരണമെന്നാണ് തരൂരിന്റെ പ്രതികരണം. ഒന്നും സംഭവിച്ചിട്ടില്ല, നുണയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടിക്കാർ പ്രവർത്തിക്കുന്നില്ല, ആർക്കും ശശി തരൂർ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. ഇതൊക്കെ അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. എന്നെ തോൽപ്പിക്കാൻ അവർക്കൊരു പുതിയൊരു വഴി കണ്ടുപിടിക്കാനാണോ ഇത് ഇറങ്ങിയിരിക്കണം എനിക്കറിയില്ല. തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പരാതി ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ് സംസ്ഥാന നേതൃത്വം. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.
പ്രചാരണ രംഗത്ത് വീഴ്ചയുണ്ട് എന്നാണ് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പരാതി. പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ജില്ലാ നേതാക്കളാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത വന്നപ്പോൾ ഉണ്ടായ ആവേശം പിന്നീടില്ലെന്നാണ് കെ മുരളീധരന്റെ പരാതി. കെ മുരളീധരൻ പ്രചാരണത്തോട് വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും പരാതിയുണ്ട്. ഒളിക്യാമറ വിവാദമുണ്ടാക്കിയ പരിക്ക് പരിഹരിക്കാൻ നേതാക്കളുടെ ഇടപെടലുണ്ടാവുന്നില്ലെന്നാണ് MK രാഘവന്റെ പരാതി. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളായ N സുബ്രഹ്മണ്യൻ, T സിദ്ദീഖ് എന്നിവർക്ക് വയനാട് മണ്ഡലത്തിന്റെ കൂടി ചുമതലയുണ്ട്. മണ്ഡലത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് T സിദ്ദീഖിന്റെ മറുപടി. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരൊക്കെ സമ്പൂർണ്ണമായി ഫീൽഡിലുണ്ട്. എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ UDF നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. അലംഭാവം കാണിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. പാലക്കാട് DCC പ്രസിഡന്റ് കൂടിയാണ് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ ജില്ലാ നേതാക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നില്ലെന്നാണ് മറ്റു നേതാക്കളുടെ പരാതി. ഏപ്രിൽ 8-ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജില്ലയിലെ UDF നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ പ്രചാരണത്തിനെത്തിയ രമേശ് ചെന്നിത്തലയും വിഷയം ചർച്ച ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായെ കടന്നാക്രമിച്ച് CPM നേതൃത്വം. ബ്രിട്ടീഷുകാരോട് പടവെട്ടിയ ദേശസ്നേഹികളുടെ നാടിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് പരാമർശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരാമർശത്തിനെതിരെ കോൺഗ്രസും പരാതി നൽകും. ലീഗിനെ വർഗീയ പാർട്ടിയായാണ് കരുതുന്നത് എന്ന് BJP നേതാവ് ഷാനവാസ് ഹുസൈൻ കുറ്റപ്പെടുത്തി. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस. കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ റാലിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ പാകിസ്ഥാൻ ഉപമയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ബ്രിട്ടീഷുകാർ തുരത്തിയ വയനാടിനെ പറ്റി അറിയില്ലെന്ന് മുഖ്യമന്ത്രി. വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയും? ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് വല്ല ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ടോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചില്ലെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. വിഷം തുപ്പുന്ന വർഗീയ പരാമർശമാണ് അമിത്ഷാ നടത്തിയതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതാക്കൾ പ്രതികരിച്ചില്ലെന്നും കോടിയേരി പാലക്കാട് പറഞ്ഞു. മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രചാരവേലയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം. അമിത്ഷായുടെ പരാമർശത്തിനെതിരെ CPM വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗ് ഇന്ത്യൻ വിഭജനത്തെ ഓർമ്മിപ്പിക്കുന്നെന്നും ലീഗിനെ വർഗീയ പാർട്ടിയായാണ് കരുതുന്നതെന്നും BJP നേതാവ് ഷാനവാസ് ഹുസൈൻ ആരോപിച്ചു. और मुस्लिम लीग को हम एकदम कॉमनल पार्टी भी मानते हैं, एक फ़िरका परस्त पार्टी मानते हैं और इस मुल्क में कम्युनलिज्म को बढ़ाने वाली भी पार्टी मानते हैं, लेकिन इंडियन कॉन्स्टिट्यूशन को जो भी मानेगा उसको हम भी मानते हैं. ന്യൂസ് 18 പാലക്കാട്, വയനാട്. തൃശൂർ പൂരത്തിന് ആചാരപ്രകാരം വെടിക്കെട്ട് നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി. ഉപയോഗിക്കുന്ന പടക്കങ്ങൾക്കും സമയത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണത്തിൽ കോടതി ഇളവ് നൽകി. എന്നാൽ പടക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ അനുമതി വേണം. ഇളവ് നൽകണമെന്ന ദേവസ്വങ്ങളുടെ ആവശ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുണച്ചു. തൃശൂർ പൂരത്തിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പൂരപ്രേമികൾക്ക് ആശ്വാസമായ സുപ്രീം കോടതി വിധി. പൂരത്തിന് ആചാരപ്രകാരം തന്നെ വെടിക്കെട്ട് നടത്താനാണ് കോടതിയുടെ അനുമതി. ഇതോടെ വെടിക്കെട്ടിന്റെ സമയ നിയന്ത്രണം ഇല്ലാതായി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് എന്നിവ പഴയതുപോലെ തന്നെ നടക്കും. ഗുണ്ട്, ഓലപ്പടക്കം, അമിട്ട്, കുഴിമിന്നൽ എന്നിവയ്ക്കും ബേരിയം ഉപയോഗിച്ചുള്ള പടക്കങ്ങൾക്കും അനുമതി നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കോടതി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ല. എന്നാൽ ഉപയോഗിക്കുന്ന പടക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയായ പെസോയുടെ അനുമതി വേണമെന്നാണ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വെച്ച നിബന്ധന. 2018 ഒക്ടോബറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച പടക്ക നിയന്ത്രണ ഉത്തരവിൽ ഇളവുകൾ ആവശ്യപ്പെട്ട് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ് കോടതിയെ സമീപിച്ചത്. ക്ഷേത്രാചാരങ്ങൾക്ക് ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യത്തെ പിന്തുണച്ച് കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാദം. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത ഹരിതപടക്കങ്ങളുടെ രാസഘടനയ്ക്ക് മെയ് 15-ാം തീയതിക്കകം അനുമതി നൽകണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഡൽഹി. KM മാണിക്ക് കേരളത്തിന്റെ അന്ത്യാഞ്ജലി.
എം മാണിക്ക് അന്ത്യാഞ്ജലി. മൃതദേഹം പാലായിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 3-ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് 2 മണിക്കൂർ വേണ്ട പാലാ യാത്രയ്ക്ക് ഇത്തവണ മാണി സാറിന് വേണ്ടി വന്നത് 21 മണിക്കൂർ. വൈക്കത്തും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ കാത്തുനിന്നത് ആയിരങ്ങൾ. കേരള കോൺഗ്രസുകളുടെ പിറവിക്കും പിളർപ്പിനും വളർച്ചയ്ക്കുമെല്ലാം സാക്ഷ്യം വഹിച്ച പ്രിയപ്പെട്ട തിരുനക്കര മൈതാനത്തും മാണി സാർ ഒരിക്കൽ കൂടിയെത്തി. ഘനഗംഭീര ശബ്ദത്തിൽ 100 കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയ വേദിയിൽ അണികളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ നിശബ്ദനായി കിടന്നു. കോട്ടയത്ത് നിന്നും വീട്ടിലേക്കുള്ള വഴിയിലും ജനസഞ്ചയം പ്രിയ നേതാവിനെ കാത്തുനിന്നു. വിലാപയാത്ര രാവിലെ 7 മണിയോടെ പാലായിലെത്തുമ്പോൾ ജനനിബിഡമായിരുന്നു കരിങ്കോഴയ്ക്കൽ തറവാട്. പാലായെ 2ാം ഭാര്യയായി ഹൃദയത്തിലേറ്റിയ സ്വന്തം ജനപ്രതിനിധിയെ അവസാന നോക്ക് കാണാൻ ജനം ഒഴുകിയെത്തി. ഒപ്പം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. വളരെ വ്യക്തിപരമായ ഇടപെടുന്ന ഒരാളായ ഈ ഭാഗത്തെങ്ങാനും ഷൂട്ടിങ്ങിന് വന്ന മാണി സാറ് എങ്ങനെയായാലും അറിയും. ഒരു ഫോൺ കോൾ വരും, ഇവിടെ ഷൂട്ടിങ് ഇന്നടുത്താണ്, ഞാൻ എന്നെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, തിരക്ക് പിടിച്ച് വരണ്ട എന്ന് പറയും. ചിലപ്പോൾ വരും, വരാതിരിക്കും. അത്രത്തോളം അടുപ്പമുള്ള ആളായ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എടുത്തുള്ള ആളാണ്. പിന്നെ പ്രായത്തെ അതിജീവിക്കുന്ന ഒരു ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് പറഞ്ഞാൽ മാണി സാറിൻ്റെ ഒരു വിയോഗം നഷ്ടം തന്നെയാണ്. നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും. കരിങ്കോഴയ്ക്കൽ തറവാട്ടിൽ പൊതുദർശനം 2:30 വരെ തുടരും. 3 മണിയോടെ പാലാ കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എം മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് എം മാണിക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. വിവരങ്ങളുമായി CN പ്രകാശ് അവിടെ നിന്ന് ചേരുന്നു. പ്രകാശ്, എന്താണ് വിശദാംശങ്ങൾ? ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും അവിടെ. സനീഷ്, കരിങ്കോഴയ്ക്കൽ തറവാട്ടിൽ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാൻ നീണ്ട നിര, സാധാരണക്കാരായ ജനങ്ങളടക്കമുള്ളവരുടെ നീണ്ട നിരയാണ് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇന്നലെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പാലായിലെ എം മാണിയുടെ വസതിയിലെത്തിയത്. അപ്പോൾ മുതൽ വലിയ നിലയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ആളുകൾ, ഒപ്പം കോട്ടയം ജില്ലയിലെ പാർട്ടി അനുഭാവികൾ, അണികൾ, സാധാരണക്കാർ, ആളുകൾ നീണ്ട നിരയായി കടുത്ത വെയിലത്തും മണിക്കൂറുകൾ കാത്തുനിന്നാണ് എം മാണിയെ ഒരു നോക്ക് കാണുവാനായി എത്തുന്നത്. ഇപ്പോൾ മലങ്കര സഭയുടെ അധിപനായിട്ടുള്ള ക്ലീമീസ് തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു. കൃത്യം 2 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്നും സമീപ പ്രദേശത്തുള്ള സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക് മാറ്റും. അവിടുത്തെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പള്ളിയിലും ചെറിയ തോതിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട്. പൂർണ്ണ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടാണ് സംസ്കാര ചടങ്ങുകൾ എല്ലാം നടക്കുക. ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, സമീപ പ്രദേശത്തെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാർ, മറ്റ് വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക് എം മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് പാലായിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ആളുകൾ. ഇടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്തകളിലേക്ക് വരാം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വയനാട് മണ്ഡലത്തെ ഇളക്കിമറിച്ച് LDFന്റെ റോഡ് ഷോ. PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ഇടത് മന്ത്രിമാരെ പങ്കെടുപ്പിച്ച് കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തിയത്. മനു ഭരത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം നടക്കുന്ന റോഡ് ഷോയാണിത്. 4 മന്ത്രിമാരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യമന്ത്രി KK ശൈലജ, അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, MM മണി, സുനിൽകുമാർ തുടങ്ങിയ മന്ത്രിമാരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 25,000-ഓളം ആളുകളെയാണ് ഈ റോഡ് ഷോയിൽ അണിനിരത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു റോഡ് ഷോ ആദ്യം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വേണോ എന്ന നിലപാട് ഇടതുപക്ഷ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു റോഡ് ഷോ വയനാട്ടിൽ നടത്തുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ശക്തമായി ഉണ്ടായത്. അതിനെ തുടർന്നാണ് പെട്ടെന്ന് 12 മണിയോടുകൂടി
വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു റോഡ് ഷോ ഈ വയനാടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച തരത്തിലുള്ള ജനപങ്കാളിത്തം ഈ റോഡ് ഷോയിൽ പ്രകടമാണ്. നിരവധി ആളുകൾ ബാൻഡ് സെറ്റുകളും അതുപോലുള്ള വാദ്യ ഉപകരണങ്ങളുമായി ഈ റോഡ് ഷോയെ ഏറ്റവും വർണ്ണാഭമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നാൽ മുന്നൊരുക്കങ്ങളില്ല എന്നതിനാൽ അത് ഒരു ആൾക്കൂട്ട യാത്രയായി തന്നെ ആവേശത്തോടു കൂടി റോഡ് ഷോ മുന്നേറുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു CPM നേതൃത്വം നടത്തുന്ന റോഡ് ഷോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പൂർണ്ണമായ വലിയ നിയന്ത്രണങ്ങളില്ലാതെ പൂർണ്ണമായി ജനപങ്കാളിത്തത്തോടുകൂടി വലിയ ആവേശക്കടലിരിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ കൽപ്പറ്റ നഗരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മനു ഭരത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വോട്ട് തേടി ശ്രീശാന്തിന്റെ റോഡ് ഷോ. ശബരിമല വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചാണ് ശ്രീശാന്തിന്റെ പ്രചാരണം. പത്തനംതിട്ടയിലും തൃശൂരിലും പ്രചാരണത്തിനിറങ്ങുമെന്നും ശ്രീശാന്ത് പറഞ്ഞു. അനുകൂല കോടതി വിധി നേടിയ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ശ്രീശാന്തിനെ ആവേശത്തോടെയാണ് BJP ക്യാമ്പ് വരവേറ്റത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കുണ്ടമൻ കടവ് മുതൽ നെടുമങ്ങാട് വരെ തുറന്ന ജീപ്പിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് തേടി. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് വിമർശിച്ച ശ്രീശാന്ത് സംഭവങ്ങളെല്ലാം ഓർത്ത് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. പല പല കാര്യങ്ങൾ അറിയാൻ പറ്റി. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം ഗവൺമെന്റ് തന്നെ വളരെ എതിരെയായിരുന്നു. അതൊന്നും ആൾക്കാർ മറക്കാണ്ടിരുന്നാൽ മതി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരുമായി അടുത്ത ബന്ധമുണ്ട്. പക്ഷേ വികസനത്തിന് വേണ്ടി കുമ്മനം രാജശേഖരന് വോട്ട് ചെയ്യണമെന്നും ശ്രീശാന്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്റ്റേജ് തകർന്നു വീണു. മുരളീധരൻ ഉള്ളപ്പോഴാണ് സ്റ്റേജ് തകർന്നത് എങ്കിലും സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പേരാമ്പ്ര പാലേരിക്കടുത്ത് ചെറിയ കുമ്പളത്ത് ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. സ്റ്റേജിന്റെ കാലിന് ചെരിവുള്ളത് നേരത്തെ തന്നെ ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. K മുരളീധരൻ എത്തിയപ്പോൾ സ്റ്റേജിന്റെ അപകടാവസ്ഥ പരിഗണിക്കാതെ നേതാക്കൾ ഓടിക്കയറിയതോടെയാണ് തകർന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ചോദ്യം ചെയ്ത് CPM അടക്കമുള്ള പാർട്ടികൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർക്കുന്ന നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് കമ്മീഷനൊന്നും അറിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നത് ആരാണെന്ന് പരസ്യമാക്കിയാൽ അവരെ വേട്ടയാടാൻ ശ്രമമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. രാഹുൽ ഗാന്ധിയുടെ അഭിമുഖത്തിന് അനുമതി തേടി ദൂരദർശൻ. അനുമതി തേടി പ്രസാർ ഭാരതി CEO കോൺഗ്രസിന് ഔദ്യോഗികമായി കത്ത് നൽകി. നരേന്ദ്രമോദിക്കും BJPക്കും ദൂരദർശൻ കൂടുതൽ പ്രക്ഷേപണ സമയം നീക്കിവെക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. ആക്ഷേപഹാസ്യ സിനിമയ്ക്ക് പരോക്ഷ വിലക്കേർപ്പെടുത്തിയതിന് ബംഗാളിലെ മമതാ സർക്കാരിന് സുപ്രീംകോടതി 20 ലക്ഷം രൂപ പിഴ വിധിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ബോബി ഷയോത്തർ ഭൂത് എന്ന സിനിമയ്ക്ക് എതിരായ നടപടികൾക്കാണ് പിഴ. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള അസഹിഷ്ണുത വർദ്ധിക്കുന്നതിൽ ആശങ്കയുള്ളതായി കോടതി നിരീക്ഷിച്ചു. ശബരിമലയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായിരുന്ന കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥിയും യുവമോർച്ച നേതാവുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 2 ലക്ഷം രൂപയുടെ ബോണ്ടിന്റെയും 2 പേരുടെ ആൾ ജാമ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജാമ്യം. ചിത്തിര ആട്ട വിശേഷ സമയത്ത് സന്നിധാനത്തെത്തിയ സ്ത്രീയെ ആക്രമിച്ചെന്ന കേസിൽ 16ാം പ്രതിയാണ് പ്രകാശ് ബാബു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന യാത്രക്കാരിൽ നിന്ന് 5.6 കിലോ സ്വർണം DRI പിടിച്ചെടുത്തു. കാസർഗോഡ് സ്വദേശി മൻസൂർ, എറണാകുളം സ്വദേശി കണ്ണൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.